നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില പ്രധാന കാര്യങ്ങൾ, പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമായ ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഈ സമയം നിശബ്ദത നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അനുഭവഭേദ്യമാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. പലവിധ കാര്യങ്ങൾ, തിരക്കുകൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ഒരു മാറ്റം സംഭവിക്കാം എന്നത് വാസ്തവമാണ്. അല്ലെങ്കിൽ ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കണം എന്ന ആഗ്രഹവും ആ മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം അത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്നു എന്ന കാര്യം ഓർക്കേണ്ടതാണ്. മനസ്സിൽ നിന്നും നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന മനസ്സ് പറയുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ദൈവാംശമായ ആത്മാവ് തന്നെയാണ് ആ കാര്യങ്ങൾ പരാമർശിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലരും ചോദിക്കാൻ ധൈര്യപ്പെടാത്തതായ പല കാര്യങ്ങൾക്കും ഒരു ഉത്തരം പോലും നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പലവിധ ആകുലതകൾ, ടെൻഷനുകൾ, എന്താകും പല കാര്യങ്ങൾ എന്നാലോചിച്ച് ഉറക്കം പോലും നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങൾ ഉണ്ട്. ഓർമ്മകൾ പല കാര്യങ്ങളിലും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. അത്രമേൽ വിഷമതകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പോലും ചില ടെൻഷനുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന കാര്യം കൃത്യമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചലനവും ഭഗവാൻ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു വഴിത്തിരിവ് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് അസാധ്യമായി തോന്നാവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അത് അസാധ്യമല്ല എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ യാത്രയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവഭേദ്യമാകാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഒരു മായയായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശാശ്വതമായ പല കാര്യങ്ങളും, അപ്രകാരം തെറ്റിദ്ധരിച്ചിരിക്കുന്നതായ പല കാര്യങ്ങളും അത് തെറ്റായിരുന്നു എന്ന് ഈ സമയം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് ബന്ധങ്ങളാണ് എങ്കിലും പല കാര്യങ്ങളിലും കൃത്യമായി ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സമയം അമൂല്യമായ ആ തിരിച്ചറിവ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യം ഓർക്കണം. ഭയം പല കാര്യങ്ങളിലും നിങ്ങളെ വേട്ടയാടുന്ന സാഹചര്യമുണ്ട്.
ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലുള്ള വിനാശം അത് ജീവിതത്തിൽ തുടരുന്നതായ ഒരു സാഹചര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ ഒഴിവായി പോയാൽ മാത്രമാണ് പുതിയ ചില കാര്യങ്ങൾ കടന്നു വരൂ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചമായി മാറൂ എന്നുള്ളതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് ബോധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളിലും കുറ്റബോധം നിങ്ങളെ വളരെയധികം വേട്ടയാടുന്ന സാഹചര്യം പോലുമുണ്ട്. അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാം എന്നുള്ളതാണ്. ഈ സമയം എല്ലാ കാര്യങ്ങളും അത് പരാജയങ്ങളാകാം, മനസ്സിലെ വിഷമങ്ങളാകാം, അതെല്ലാം ഭഗവാന് മുന്നിൽ ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. തീർച്ചയായും ഭഗവാന്റെ ചുമലിലേക്ക് ആ ഭാരങ്ങൾ നിങ്ങൾ കൈമാറിയിരിക്കുന്നതായ സാഹചര്യമുണ്ട്. കാരണം ആ പരീക്ഷണങ്ങളുടെ അവസാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം പല ഭാരങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്, ചിന്തകളുണ്ട്. അതുകൂടി തീർച്ചയായും നിങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ അത് മുറുകെ പിടിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. പല കാര്യങ്ങളും ഭാരമായി തോന്നുന്ന ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ആ ഭാരങ്ങളെയെല്ലാം നിങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ശത്രുക്കൾ അത് വളരെ കൂടുതലാണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ശത്രുക്കൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ സമയം ശാന്തത കൈവിടാൻ പാടുള്ളതല്ല. ശാന്തമായി തന്നെ നിങ്ങൾ ഇരിക്കേണ്ടതായിട്ടുണ്ട്. മനസമാധാനം ലഭിക്കാവുന്ന സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ്. കർമ്മം അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതായ ഓരോ കാര്യങ്ങളും, സംസാരിക്കുന്നതായ ഓരോ കാര്യങ്ങളും അത് മറ്റുള്ളവർക്ക് വളരെയധികം ആശ്വാസം നൽകുകയും വിജയങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളായി മാറുകയും ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലരും ഇടപെടുകയും അത് കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ വിശുദ്ധി നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ പോലുമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില രഹസ്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ശരിയായ വഴിയിലൂടെ, ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഈ സമയം ചില വാക്കുകൾ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കാം. വാക്കുകൾ ഗുണകരമായി തീരുക മാത്രമല്ല, പുതിയൊരു അവസരമായി മാറുകയും ചെയ്യാം എന്നുള്ളതാണ്. പല കാര്യങ്ങളും ജീവിതത്തിൽ കൈവിട്ടു പോയിരിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം അനുഭവവേദ്യമാകുന്ന സാഹചര്യം, പണം, പ്രതാപം, ഇതെല്ലാം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങൾ കൊണ്ടും പലരും നഷ്ടപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. എന്നാൽ ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം എന്നത് നിങ്ങളിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്നതായ കാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമകൾ തന്നെയാണ് നിങ്ങൾ. സമ്പൂർണമായ സമർപ്പണമാണ് ഭഗവാന് മുന്നിൽ നിങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന് പോലും കാണുന്നു. ഈ സമയം തീർച്ചയായും ചില തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. ആ തിരിച്ചറിവോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ അലസതയുണ്ട്. അഹങ്കാരം ചില സമയങ്ങളിൽ കടന്നു വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
ഈ സമയം ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിയേണ്ടതായിട്ടുണ്ട്. ഈ സമയം ആകുലപ്പെടുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണോ നിങ്ങളുടെ കർത്തവ്യം, എന്താണോ നിങ്ങളുടെ കർമ്മം, അത് കൃത്യമായി നിങ്ങൾ ഈ സമയം പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായ മനസ്സോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. കൃത്യമായ പ്രതിഫലം നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥമായ കർമ്മയോഗം കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാനും എന്താണോ ദുഃഖങ്ങൾ അത് കൃത്യതയോടെ മനസ്സിലാക്കുവാനും സാധിക്കും. തെറ്റുകൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം അപ്രതീക്ഷിതമായി ചില സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ തുലോം കൂടുതൽ തന്നെയാണ്. ചില കാര്യങ്ങളിൽ ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്നാൽ ചില വ്യക്തികൾ നിങ്ങളോട് ക്ഷമിക്കുവാനുള്ള സാധ്യതകൾ തുലോം കുറവ് തന്നെയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ സത്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ കാര്യങ്ങളിലും നിങ്ങൾ വിലപ്പെട്ടതായ പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൃത്യതയോടെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ യാത്രകൾ ഫലം കാണും എന്നുള്ളതാണ്. ഏകാന്തത പലപ്പോഴും നിങ്ങളെ വേട്ടയാടുന്ന സാഹചര്യം പോലുമുണ്ട്. ആരാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് എന്ന് പോലും ചില സമയങ്ങളിൽ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ആത്മീയതയുടെ തുടക്കം തന്നെയാണ് നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുള്ളത്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണരുവാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും ഭയവും ദുഃഖവും നിങ്ങളിൽ നിന്നും അകന്ന് പോകാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ കഠിനം തന്നെയാണ്. ആ കഠിനമായ കാര്യങ്ങൾ, കയ്പുള്ളതായ കാര്യങ്ങൾ അവിടെ നിന്നും, അല്ലെങ്കിൽ അജ്ഞാനം എന്ന ആ വിഷമകരമായ കാര്യങ്ങൾക്ക് ഒരു മരുന്നാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. ചിലർ കള്ളങ്ങൾ ഒളിച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. എന്നാൽ തീർച്ചയായും നിങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കുവാനില്ല എന്നതും പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ തന്നെയാണ്. ഈ സമയം വിജയമല്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളെ ചതിച്ച് നേടിയെടുത്തിരിക്കുന്നതായ വിജയങ്ങൾ അത് താൽക്കാലികം മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥമായ വിജയം എന്താണോ, സ്വാതന്ത്ര്യം, അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് മുൻപിൽ പല രീതിയിലുമുള്ള അനുകൂലമായ കാര്യങ്ങൾ, പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ശപഥം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്കൊപ്പം ഭഗവാനുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ഭഗവാന്റെ സംരക്ഷണം നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളെയും ഭയക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സംരക്ഷണമില്ല എന്ന് ചിന്തിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇതെല്ലാം വെറും തോന്നലുകൾ മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം. ഭാരങ്ങൾ നിങ്ങൾക്ക് ഇറക്കി വയ്ക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്ന് വരികയാണ് എന്നുള്ളതാണ് വാസ്തവം. സമാധാനം നിങ്ങളിലേക്ക് കടന്നു വരും. സംരക്ഷണം നിങ്ങൾക്ക് കൃത്യതയോടെ കടന്നു വരുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിർഭയമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളിലെ മനസ്സിലുള്ള അല്ലെങ്കിൽ ആത്മാവിലുള്ള ആ തീ അത് സംരക്ഷിക്കപ്പെടുകയും നിങ്ങൾക്ക് ജ്വലിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. എല്ലാ വാതിലുകളും
നിങ്ങൾക്ക് മുൻപിൽ കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നത് മിഥ്യാധാരണ മാത്രമാണ്. നിങ്ങൾക്ക് മുൻപിൽ ചില കാര്യങ്ങൾ, ചില വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അത് കൃത്യമായ സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരും എന്നതും വാസ്തവമാണ്. ഈ സമയം ഭഗവാന്റെ കരുതൽ അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഈ സമയം പുതിയൊരു ചുവടുവയ്പ് നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം ഓരോ ചുവടുവയ്പിലും ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം തീർച്ചയായും എപ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടത്, നിങ്ങളെ തളർത്തുന്നത് ആരാണ്, ഇത്തരം കൃത്യമായ ധാരണകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് ചില സൂചനകൾ തന്നെയാണ് നൽകുക. അത് നിങ്ങൾക്ക് ആവശ്യ സമയത്ത് കൃത്യമായി തന്നെ ആ സൂചനകൾ കടന്നു വരും എന്നുള്ളതാണ്. ചിലരുടെ വാക്കുകൾ പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീരാം എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ചും പണമോ അല്ലെങ്കിൽ അത്തരത്തിൽ ചില സന്തോഷകരമായ നിമിഷങ്ങളോ കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതായ ആ അനുഗ്രഹം, അത് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. ഭയത്തെ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയം പുതിയ അവസരങ്ങൾ മാത്രമല്ല, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളും സംഭവിക്കും. എന്നാൽ തെറ്റായ ചിന്തകൾ, കുറ്റബോധം ഇതെല്ലാം നിങ്ങളെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായും മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. പരാജയങ്ങൾ ഉണ്ടായിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത് ഇനി ആവർത്തിക്കാതിരിക്കുവാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വിജയം കാണുന്നു എന്നുള്ളതാണ്. ഈ നിമിഷം മുതൽ തന്നെ നിങ്ങൾ സ്വതന്ത്രനായി യാതൊരു വിധത്തിലും ഭയമില്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുകയും ചെയ്യും. ഈ സമയം മഹത്തായ പുതിയൊരു വെളിച്ചത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും അത് ഭഗവാൻ നിങ്ങൾക്ക് മുൻപിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ധൈര്യത്തോടെ നിങ്ങൾക്ക് കടന്നു ചെല്ലാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നത് അത് തീർച്ചയായും പുതിയൊരു ജീവിതത്തിലേക്കാകാം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലരും നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്ന ദുഃഖങ്ങൾക്ക് പോലും ഒരു പരിഹാരമാകാം എന്നുള്ളതാണ്. ഈ സമയം അപ്രത്യക്ഷമായിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. പോസിറ്റീവായ ഊർജത്തോടെ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകിയ ആ പോസിറ്റീവായ ഊർജത്തെ സ്വീകരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങൂ.